Now, വളരെ കോമൺ ആയിട്ടുള്ള രണ്ട് ഫോഴ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതിനായി ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുക്കാം. ഈ ഗ്ലാസ് പ്ലേറ്റിന്റെ രണ്ടിടത്തായി 2 തുള്ളി മെർക്കുറി ഒഴിക്കാം. അതിനുശേഷം ഒരു പെൻസിൽ ഉപയോഗിച്ച് ഒരു ഡ്രോപ്പിനെ അടുത്ത ഡ്രോപ്പിനടുത്തേക്ക് ഡ്രാഗ് ചെയ്യാം. ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് 2 തുള്ളികളും ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം. Now, ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ 2 തുള്ളികളും അട്രാക്ട് ചെയ്ത് ഒരു വലിയ തുള്ളിയായി മാറുന്നു എന്ന് കാണാം. Now, ഈ 2 ഡ്രോപ്സിൻ്റെയും മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ സെയിം ആണല്ലോ. സോ സെയിം മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ബിഗ് ഡ്രോപ്പായി മാറുന്നത്. ഇത്തരത്തിൽ 2 സെയിം മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ട് ചെയ്താൽ, അതായത് ആകർഷിച്ചാൽ, അവിടെ ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ ആകർഷണ ബലത്തെയാണ് കൊഹസീവ് ഫോഴ്സ് അഥവാ കൊഹിഷൻ ബലം എന്ന് വിളിക്കുന്നത്. സോ ഫസ്റ്റ് ഫോഴ്സ് എന്നത് കൊഹസീവ് ഫോഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളമെടുക്കാം. അതിനുശേഷം ഒരു പെൻസിൽ അതിലേക്ക് ഡിപ്പ് ചെയ്യാം. ദെൻ പെൻസിൽ പുറത്തേക്കെടുത്താൽ പെൻസിലിൽ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നതായി കാണാം. ഇവിടെ പെൻസിൽ ആൻഡ് വാട്ടർ എന്നത് 2 വ്യത്യസ്ത മോളിക്യൂൾസ് ആണല്ലോ. സോ ഇവിടെ 2 ഡിഫറെൻറ്റ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ട് ചെയ്തതുകൊണ്ടാണ് വെള്ളത്തുള്ളികൾ പെൻസിലിൽ പറ്റിപ്പിടിച്ചത്. ഇത്തരത്തിൽ 2 ഡിഫറെൻറ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് അഡ്ഹസീവ് ഫോഴ്സ് അഥവാ അഡ്ഹിഷൻ ബലം എന്നറിയപ്പെടുന്നത്. അടുത്തതായി ഒരു ടെസ്റ്റ് ട്യൂബ് കൺസിഡർ ചെയ്യാം. അതിൽ വാട്ടർ ഫിൽ ചെയ്യാം. ഇവിടെ വാട്ടറിൻ്റെ അപ്പർ സർഫസ് അഥവാ ഉപരിതലം ശ്രദ്ധിച്ചാൽ അത് താഴേക്ക് വലിഞ്ഞിരിക്കുന്നു എന്ന് കാണാം. എന്തായിരിക്കും ഇതിന് കാരണം? ഇത് മനസ്സിലാക്കാൻ ഇവിടെയുള്ള വാട്ടറിൻ്റെ മോളിക്യൂൾ കൺസിഡർ ചെയ്യാം. അടുത്തതായി സെൻറ്ററിലെ ഒരു മോളിക്യൂൾ സെലക്ട് ചെയ്യാം. സെൻറ്ററിലെ മോളിക്യൂൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്ന് കാണാമല്ലോ. സോ സെൻറ്ററിലെ മോളിക്യൂളിന് അതിന് ചുറ്റിലേക്കും ഒരു കൊഹസീവ് ഫോഴ്സ് അനുഭവപ്പെടുന്നു. അതായത് സെൻറ്ററിലെ മോളിക്യൂളിന് എല്ലാ ഡയറക്ഷൻസിലേക്കും കൊഹസീവ് ഫോഴ്സ് അനുഭവപ്പെടുന്നു. അടുത്തതായി ടോപ്പ് സർഫസിലെ ഒരു മോളിക്യൂൾ സെലക്ട് ചെയ്യാം. ടോപ്പ് സർഫസിലെ മോളിക്യൂൾ സെലക്ട് ചെയ്താൽ അതിന് താഴേക്ക് മാത്രമാണ് വാട്ടർ മോളിക്യൂൾസ് ഉള്ളതെന്ന് കാണാം. സോ ടോപ്പ് സർഫസിലെ മോളിക്യൂളിന് താഴേക്ക് മാത്രമായിരിക്കും കൊഹസീവ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഇത്തരത്തിൽ ടോപ്പ് സർഫസിലെ എല്ലാ മോളിക്യൂൾസിനും കൊഹസീവ് ഫോഴ്സ് കാരണം താഴേക്ക് ഒരു ഓവറോൾ ഫോഴ്സ് അനുഭവപ്പെടുന്നു. ഇത് കാരണം വാട്ടർ സർഫസ് ഒരു പാട പോലെ വലിഞ്ഞിരിക്കുന്നു. അതായത് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ വാട്ടർ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യാൻ കാരണമായ ഫോഴ്സിനെയാണ് സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം എന്ന് വിളിക്കുന്നത്. ആൻഡ് ലിക്വിഡ്സിൽ സർഫസ് ടെൻഷൻ ഉണ്ടാകുവാൻ കാരണം അവയുടെ മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. നെക്സ്റ്റ്, ചെറിയ പ്രാണികൾ വെള്ളത്തിലൂടെ ഈസി ആയി നടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? ഇത്തരത്തിൽ പ്രാണികൾക്ക് എളുപ്പത്തിൽ നടന്നു പോകുവാൻ കാരണം വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷനാണ്. നൗ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വാട്ടർ സർഫസ് കൺസിഡർ ചെയ്യാം. ഇവിടെ വാട്ടർ സർഫസും ടെസ്റ്റ് ട്യൂബുമായി ടച്ച് ചെയ്യുന്ന ഭാഗം നോർമൽ ലെവലിൽ നിന്നും അല്പം ഉയർന്നിരിക്കുന്നതായി കാണാം. എന്തായിരിക്കും ഇതിന് കാരണം? ഇതിൻ്റെ കാരണമെന്നത് ടെസ്റ്റ് ട്യൂബിൻ്റെ ഗ്ലാസ് മോളിക്യൂൾസും വാട്ടർ മോളിക്യൂൾസും തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സ് ആണ്. ഇതിനെ അഡ്ഹിഷൻ ബലം എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സിനേക്കാൾ വാട്ടർ മോളിക്യൂൾസും ഗ്ലാസ് മോളിക്യൂൾസും തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ടാണ് ഈ ഭാഗത്ത് വാട്ടർ സർഫസ് കൂടുതൽ ഉയർന്നിരിക്കാൻ കാരണം. നെക്സ്റ്റ്, ഒരു ഗ്ലാസ് കൺസിഡർ ചെയ്യാം. അതിലേക്ക് അല്പം വാട്ടർ ഫിൽ ചെയ്യാം. ശേഷം ഒരു ബ്ലേഡ് അതിലേക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചാൽ ബ്ലേഡ് താഴ്ന്നു പോകുന്നില്ല എന്ന് കാണാം. പകരം അത് പൊങ്ങിക്കിടക്കുകയാണ്. എന്തായിരിക്കും ഇതിന് കാരണം? ഇതിൻ്റെ കാരണമെന്നത് വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ മൂലമാണ്. നെക്സ്റ്റ്, ഒരു സോപ്പ് എടുത്ത് ഈ വാട്ടർ സർഫസിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ബ്ലേഡ് ഒരു വശത്തേക്ക് മൂവ് ചെയ്യുന്നു എന്ന് കാണാം. അതായത് സോപ്പ് ടച്ച് ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കുറയുന്നു. ഇതു കാരണമാണ് ബ്ലേഡ് ഒരു വശത്തേക്ക് മൂവ് ചെയ്യുന്നത്.
സോ ഇതിൽ നിന്നും സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉപയോഗിച്ച് വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് കാപ്പിലാരിറ്റി അഥവാ കേശികത്വം. ഇവിടെ ടേബിളിൽ ഒരു പാത്രത്തിൽ മഷി ഇരിക്കുന്നതായി കാണാം. അതിലേക്ക് ഒരു ചോക്ക് കഷ്ണം ഇറക്കി വയ്ക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ മഷി ചോക്കിലൂടെ മുകളിലേക്ക് പടരുന്നു എന്ന് കാണാം. നെക്സ്റ്റ്, ഒരു മണ്ണെണ്ണ വിളക്ക് കൺസിഡർ ചെയ്താൽ അതിൻ്റെ തിരിയിലൂടെ മണ്ണെണ്ണ മുകളിലേക്ക് എത്തിയാണ് കത്താൻ സഹായിക്കുന്നത് എന്നും കാണാൻ സാധിക്കുന്നു. അടുത്തതായി ഒരു കോട്ടൺ ബോൾ എടുക്കാം. ഈ കോട്ടൺ ബോൾ ഇവിടെയുള്ള പാത്രത്തിലെ വെള്ളത്തിലേക്ക് ജസ്റ്റ് ടച്ച് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചാൽ വാട്ടർ കോട്ടൺ ബോളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായി കാണാം. ഇതിനെല്ലാം കാരണം കാപ്പിലാരിറ്റി അഥവാ കേശികത്വമാണ്. നൗ ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. അതിനായി 2 ബോയിലിംഗ് ട്യൂബ്സ് കൺസിഡർ ചെയ്യാം. ഇതിലേക്ക് ഒന്നിൽ വാട്ടറും അടുത്തതിൽ മെർക്കുറിയും ഫിൽ ചെയ്യാം. ശേഷം 2 കാപ്പിലറി ട്യൂബ്സ് അഥവാ കേശിക കുഴലുകളെടുത്ത് ഈ 2 ട്യൂബ്സിലേക്ക് പ്ലേസ് ചെയ്യാം. സോ ഇവിടെ എടുത്ത കാപ്പിലറി ട്യൂബ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവയുടെ ഡയാമീറ്റർ അഥവാ വ്യാസം എന്നത് വളരെ കുറവാണ്. നൗ ഇവിടെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത കാപ്പിലറി ട്യൂബ് ശ്രദ്ധിച്ചാൽ അതിലൂടെ വാട്ടർ റൈസ് ചെയ്തിരിക്കുന്നു എന്ന് കാണാം. ഇത്തരത്തിൽ ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണത്തിന് എതിരായോ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ വെയ്റ്റിന് എതിരായോ ലിക്വിഡ് ഒരു ചെറിയ ട്യൂബിലൂടെ ഉയരുന്നതിനെയാണ് കാപ്പിലറി റൈസ് അഥവാ കേശിക ഉയർച്ച എന്ന് വിളിക്കുന്നത്. അടുത്തതായി മെർക്കുറിയിൽ ഡിപ്പ് ചെയ്ത കാപ്പിലറി ട്യൂബ് ശ്രദ്ധിക്കാം. ഇവിടെ കാപ്പിലറി ട്യൂബിൽ മെർക്കുറിയുടെ നോർമൽ ലെവലിൽ നിന്നും മെർക്കുറി താഴ്ന്നിരിക്കുന്നു എന്ന് കാണാം. ഇത്തരത്തിൽ ഒരു ലിക്വിഡിൽ പ്ലേസ് ചെയ്ത ട്യൂബിലൂടെ ലിക്വിഡിനുണ്ടാകുന്ന താഴ്ചയാണ് കാപ്പിലറി ഡിപ്രഷൻ അഥവാ കേശിക താഴ്ച എന്നറിയപ്പെടുന്നത്. നൗ ഒരു ലിക്വിഡിന് ഒരു ചെറിയ ട്യൂബിൽ സംഭവിക്കുന്ന കേശിക താഴ്ചയുടെയോ കേശിക ഉയർച്ചയുടെയോ കാരണം എന്നത് ആ ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷനാണ്. സോ എന്തുകൊണ്ടായിരിക്കും ഇവിടെ കാപ്പിലറി റൈസ് സംഭവിച്ചത് എന്നറിയാമോ? ഇവിടെ ലിക്വിഡിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ ഒരു കൊഹസീവ് ഫോഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ ലിക്വിഡ് മോളിക്യൂൾസും ട്യൂബിൻ്റെ ഗ്ലാസ് മോളിക്യൂൾസും തമ്മിൽ ഒരു അഡ്ഹസീവ് ഫോഴ്സും അനുഭവപ്പെടുന്നു. ഇവിടെയുള്ള അഡ്ഹസീവ് ഫോഴ്സ് കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതൽ ആകുമ്പോഴാണ് കാപ്പിലറി റൈസ് സംഭവിക്കുന്നത്. അതുപോലെ ഇവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെയും ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിൽ ഒരു കൊഹസീവ് ഫോഴ്സ് ഉണ്ടെന്ന് കാണാം. അതുപോലെ ലിക്വിഡ് മോളിക്യൂൾസും ഗ്ലാസ് മോളിക്യൂൾസും തമ്മിൽ ഒരു അഡ്ഹസീവ് ഫോഴ്സും അനുഭവപ്പെടുന്നു. ഇവിടെയുള്ള കൊഹസീവ് ഫോഴ്സ് എന്നത് അഡ്ഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണ്. അതുകാരണം കൊണ്ടാണ് ഇവിടെ കാപ്പിലറി ഡിപ്രഷൻ സംഭവിക്കുന്നത്. അടുത്തതായി മറ്റൊരു ആക്ടിവിറ്റി ചെയ്തു നോക്കാം. ഇവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് 3 കാപ്പിലറി ട്യൂബ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ അറേഞ്ച് ചെയ്യുക. ദെൻ ഒരു ബീക്കർ കൺസിഡർ ചെയ്യാം. ബീക്കറിലേക്ക് വാട്ടർ ഫിൽ ചെയ്യാം. ശേഷം ഈ 3 കാപ്പിലറി ട്യൂബ്സും വാട്ടറിൽ ഡിപ്പ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചാൽ കാപ്പിലറി ട്യൂബ്സിൽ കാപ്പിലറി റൈസ് സംഭവിക്കുന്നു എന്ന് കാണാം. ഇവിടെ ഏത് കാപ്പിലറി ട്യൂബിലാണ് കൂടുതൽ കാപ്പിലറി റൈസ് സംഭവിച്ചത്? ലെറ്റ്സ് ലുക്ക് ഹിയർ. ഇവിടെ നോക്കുമ്പോൾ കാപ്പിലറി റൈസ് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ഡയാമീറ്റർ ഏറ്റവും കുറഞ്ഞ കാപ്പിലറി ട്യൂബിലാണെന്ന് കാണാം. അതുപോലെ ഡയാമീറ്റർ ഏറ്റവും കൂടിയ കാപ്പിലറി ട്യൂബിൽ ഏറ്റവും കുറവ് കാപ്പിലറി റൈസ് ആണ് സംഭവിച്ചത്. സോ ഡയാമീറ്റർ കുറയുന്നതനുസരിച്ച് കാപ്പിലറി റൈസ് കൂടുന്നു എന്ന് മനസ്സിലാക്കാം. സോ എന്തുകൊണ്ടായിരിക്കും ഡയാമീറ്റർ അഥവാ വ്യാസം കുറയുന്നതനുസരിച്ച് ട്യൂബിൽ കൂടുതൽ കാപ്പിലറി റൈസ് സംഭവിച്ചത്? സാധാരണയായി ഒരു ട്യൂബിൽ അഡ്ഹസീവ് ഫോഴ്സ് കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ കാപ്പിലറി റൈസ് സംഭവിക്കുന്നു. ആൻഡ് ട്യൂബിൽ റൈസ് ചെയ്യുന്ന ലിക്വിഡിനെ താങ്ങി നിർത്തുന്നത് ഈ അഡ്ഹിഷൻ ബലമായിരിക്കും. നൗ ലിക്വിഡിൻ്റെ വെയിറ്റ് എപ്പോഴും താഴേക്കായിരിക്കുമല്ലോ ആക്ട് ചെയ്യുക. സോ
ലിക്വിഡിൻ്റെ വെയിറ്റ് ഇവിടെയുള്ള കേശിക ഉയർച്ചയെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നൗ ഡയാമീറ്റർ കുറയുമ്പോൾ ആ ട്യൂബിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ലിക്വിഡിൻ്റെ വെയിറ്റും കുറയുന്നു. സോ ഇവിടെ അതിനനുഭവപ്പെടുന്ന അഡ്ഹസീവ് ഫോഴ്സിനേക്കാൾ ലിക്വിഡിൻ്റെ വെയിറ്റ് വളരെ കുറവായിരിക്കും. അതുകാരണം ലിക്വിഡ് ട്യൂബിലൂടെ കൂടുതൽ റൈസ് ചെയ്യുന്നു. നൗ ട്യൂബിൽ ഉള്ള ലിക്വിഡിൻ്റെ വെയിറ്റും അതിനനുഭവപ്പെടുന്ന അഡ്ഹസീവ് ഫോഴ്സും തുല്യമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്തരത്തിൽ ട്യൂബിലെ ലിക്വിഡിൻ്റെ വെയിറ്റും അതിനനുഭവപ്പെടുന്ന അഡ്ഹസീവ് ഫോഴ്സും തുല്യമാണെങ്കിൽ അവിടെ കാപ്പിലറി റൈസ് സംഭവിക്കുന്നില്ല. നൗ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് വിസ്കസ് ഫോഴ്സ് അഥവാ വിസ്കസ് ബലം. ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യാം. അതിനായി ഒരു ഗ്ലാസ് പ്ലേറ്റ് കൺസിഡർ ചെയ്യാം. ഈ ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഓരോ തുള്ളി വീതം മണ്ണെണ്ണ, ജലം, തേൻ എന്നിവ ഒഴിക്കാം. അതിനുശേഷം ഈ ഗ്ലാസ് പ്ലേറ്റ് അല്പമൊന്ന് ചെരിച്ചു പിടിക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ 3 ലിക്വിഡ്സും ഫ്ലോ ചെയ്യുന്നു എന്ന് കാണാം. ഇവിടെ മണ്ണെണ്ണ വളരെ വേഗത്തിലാണ് ഒഴുകുന്നത്, എന്നാൽ തേൻ വളരെ വേഗത കുറഞ്ഞാണ് ഒഴുകുന്നത് എന്ന് കാണാം. ഇവിടെ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്നത് വളരെ കുറവാണെന്ന് നമുക്കറിയാം. അതുപോലെ തേനിൻ്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. എന്നാൽ ഡെൻസിറ്റി മാത്രമാണോ അവയുടെ സ്പീഡിനെ സ്വാധീനിക്കുന്നത്? അല്ല. ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് ലെയർ ബൈ ലെയർ ആയാണ്, അതായത് ദ്രാവക പടലങ്ങൾ ആയാണ്. ഇവിടെ ഓരോ ലെയറിൻ്റെയും സ്പീഡ് വ്യത്യാസമായിരിക്കും. അതായത് ഓരോ ലെയറും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ അഥവാ ആപേക്ഷിക ചലനം ഉണ്ടാകുന്നു. സോ ഇത്തരത്തിൽ മൂവ് ചെയ്യുമ്പോൾ ലെയറുകൾക്കിടയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണ ബലം ഉണ്ടാകുന്നു. ഇതുകാരണം ഓരോ ലിക്വിഡ് ലെയറും അതിനോട് ചേർന്ന ലിക്വിഡ് ലെയറിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇതുകൊണ്ടാണ് ലിക്വിഡ്സിന് ഡിഫറൻറ്റ് സ്പീഡ് അനുഭവപ്പെട്ടത്. സോ ലിക്വിഡ് ലെയറുകൾക്കിടയിൽ അവയുടെ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ ലെയറുകൾക്ക് പാരലൽ അഥവാ സമാന്തരമായി ഉള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് അഥവാ വിസ്കസ് ബലം എന്ന് വിളിക്കുന്നത്. അതുപോലെ ലിക്വിഡ് ലെയറുകൾക്കിടയിലുള്ള റിലേറ്റീവ് മോഷനെ തടയാനുള്ള ലിക്വിഡിൻ്റെ പ്രത്യേക കഴിവിനെയാണ് വിസ്കോസിറ്റി എന്നും വിളിക്കുന്നത്. ആൻഡ് കൂടുതൽ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡ്സിനെ വിസ്കസ് ലിക്വിഡ്സ് അഥവാ വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് വിളിക്കുന്നു. അതുപോലെ വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സിനെ മൊബൈൽ ലിക്വിഡ്സ് അഥവാ മൊബൈൽ ദ്രാവകങ്ങൾ എന്നുമാണ് വിളിക്കുന്നത്. വിസ്കസ് ലിക്വിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഹണി, ഓയിൽ, ഗ്ലിസറിൻ, പെയിൻറ്റ് മുതലായവ. അതുപോലെ മൊബൈൽ ലിക്വിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് കെറോസിൻ, ആൽക്കഹോൾ, സ്പിരിറ്റ്, പെട്രോൾ മുതലായവ. സോ ഇതിൽ നിന്നും വിസ്കോസിറ്റി കൂടുന്നതനുസരിച്ച് ലിക്വിഡിൻ്റെ സ്പീഡ് കുറയുന്നു എന്ന് മനസ്സിലാക്കാം. നൗ 2 ടെസ്റ്റ് ട്യൂബ്സ് എടുക്കാം. ഈ 2 ടെസ്റ്റ് ട്യൂബ്സിലും തേൻ ഫിൽ ചെയ്യാം. ശേഷം ഒരു ബർണർ ഉപയോഗിച്ച് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിലെ തേൻ ചൂടാക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുക്കാം. ഇവിടെ ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഈ 2 ടെസ്റ്റ് ട്യൂബ്സിലെയും തേൻ ഒഴിച്ചു നോക്കാം. അതിനുശേഷം ഗ്ലാസ് പ്ലേറ്റ് പതിയെ ചെരിച്ചു നോക്കാം. ഇവിടെ 2 തേനും ഒഴുകുന്നു എന്ന് കാണാം. എന്നാൽ വളരെ വേഗതയിൽ ഒഴുകുന്നത് ചൂടാക്കിയ തേൻ ആണെന്ന് കാണാൻ സാധിക്കുന്നു. ഇതിൽ നിന്നും തേനിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ സ്പീഡും ഇൻക്രീസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. സോ ഇതിൽ നിന്നും ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഡ്സിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു എന്ന് മനസ്സിലാക്കാം. നൗ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ ഒരാളുടെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യേണ്ടതാണ്. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുമ്പോൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് കുറയുന്നു. ടെമ്പറേച്ചർ കുറഞ്ഞാൽ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി കൂടുമെന്ന് നമ്മൾ പഠിച്ചതാണ്. സോ ബോഡി ടെമ്പറേച്ചർ കുറയുമ്പോൾ ബോഡിയിലെ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ബ്ലഡിൻ്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്താൽ ബ്ലഡ് ഫ്ലോയുടെ സ്പീഡിന് എന്ത് സംഭവിക്കും? ബ്ലഡ് ഫ്ലോയുടെ സ്പീഡ് കുറയുന്നു. ഇത്തരത്തിൽ സ്പീഡ് കുറഞ്ഞ് അതിന് ഒഴുകുവാൻ സാധിക്കാതെ വരുന്നു.
അതിനാൽ ഷോക്ക് ഏറ്റ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ശരീരം നല്ലതുപോലെ തടവുകയും തിരുമുകയും ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു. സോ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി അതനുസരിച്ച് കുറയുന്നു ആൻഡ് ബ്ലഡ് ഫ്ലോ സാധാരണ നിലയിലാകുന്നു. ഇതുകാരണം ഷോക്ക് ഏറ്റ ആൾ അപകടനില തരണം ചെയ്യുന്നു. ഇതിനാലാണ് ഷോക്ക് ഏറ്റ ഒരാളുടെ ശരീരം നല്ലതുപോലെ അമർത്തി തടവുകയും തിരുമുകയും ചെയ്യണമെന്ന് പറയുന്നത്.